കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ ജയിലിൽ നടക്കും. നാളെ രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ സത്യപ്രതിജ്ഞ നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരാൾ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ജയിലിൽ ഒരു സത്യപ്രതിജ്ഞ നടക്കുന്നത്. കോടതി നിരീക്ഷണം എന്തായിരുന്നു? നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം തേടിയിരുന്നു സൗകര്യം ഒരുക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന കാര്യത്തിൽ. കോടതിയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? ഏത് തരത്തിലുള്ള നടപടികളാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം എന്തായിരുന്നു? രാജേഷ്, ഇതിനകത്ത് നിയമപരമായ ഒരു വിശകലനം ആവശ്യമാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതായത്, ഒരു പ്രതി കാപ്പ കേസിൽ പ്രതിയായി ഒരാൾ ജയിലിൽ കിടക്കുന്നു. അതിൽ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കോടതിക്കാണ് അധികാരം. മറ്റൊരു തരത്തിൽ ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അതായത് ജനപ്രാതിനിധ്യം നിയമം അനുസരിച്ച് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ രണ്ട് കേസും, അതായത് ഇതിനു മുൻപ് ഇവർക്ക് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യാൻ BJP അംഗങ്ങൾ നോർമൽ ആയിട്ടല്ല, അല്ലെങ്കിൽ സാധാരണ നിയമപ്രകാരമല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം കൊടുത്ത അതേ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ തന്നെയാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ഉത്തരവിടുന്നത്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിക്കുള്ള അംഗീകാരം കൊടുത്തുകൊണ്ട് തന്നെ അതേസമയം കാപ്പ കേസിലെ പ്രതിയെ പ്രതിയായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ കാരണം ഈ ഹൈക്കോടതി ഈ കാര്യം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കാപ്പ കേസിലെ എല്ലാ പ്രതികൾക്കും ഹൈക്കോടതി ഒരു ഉത്തരവിടുകയാണ്. ഇപ്പോൾ കാപ്പ കേസിലെ പ്രതിയാണ്, ഒരു ദിവസം ജാമ്യം കൊടുക്കാമെന്നൊരു ഉത്തരവിടുകയാണെങ്കിൽ മറ്റ് പല ക്രിമിനൽ കേസുകളിലും കാപ്പ കേസിൽ കിടക്കുന്ന പ്രതികൾ ഇതേ ഹൈക്കോടതി വിധി വെച്ച് പല സ്ഥലത്തുനിന്നും ഒരുപക്ഷെ ഈ ആനുകൂല്യം നേടിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് കോടതി വളരെ കൃത്യമായിട്ട് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ സൗകര്യം ഒരുക്കാമോ എന്ന് സർക്കാരിനോട് ചോദിച്ചത്. കാരണം കാപ്പ കേസിൽപ്പെട്ട ഒരു പ്രതിയെ, അത് അത്രയും ഗുരുതരമായ കുറ്റകൃത്യം പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ഹൈക്കോടതിയും കൂടെ അംഗീകരിച്ച് ഇദ്ദേഹത്തെ കാപ്പ കേസിൽ ജയിലിലിട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു ദിവസത്തെ ജാമ്യം ഇളവ് കൊടുക്കാൻ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണെങ്കിൽ നാളെ ഒരുപാട് ആളുകൾ ഹൈക്കോടതിയിൽ ഇതുപോലത്തെ ഇളവ് ചോദിച്ചു വരും. അതുകൊണ്ടാണ് ഹൈക്കോടതി പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ നടത്തണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇദ്ദേഹം ഹൈക്കോടതിയിൽ ജാമ്യം അപേക്ഷ നൽകിയിട്ടുള്ളത്. മജിസ്ട്രേറ്റ് കോടതി മറ്റൊരു കേസിൽ, അതായത് ഒരു കേസിലാണ് മജിസ്ട്രേറ്റ് കോടതി ഇതിന് അനുമതി കൊടുത്തത്. പക്ഷേ ഹൈക്കോടതിക്ക് ആ രീതിയിൽ കാപ്പ കേസിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ നടത്തിയാൽ മതിയല്ലോ, അത് ജയിലിൽ വെച്ച് നടത്താമല്ലോ. കാരണം അപ്പോൾ കാപ്പ എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ അത് കവർ ചെയ്യുകയും ചെയ്യും. ഇദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ, കാരണം ജനപ്രതിനിധിയാണ്, സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് മുടങ്ങുകയുമില്ല. ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഹൈക്കോടതി സർക്കാരിനോട് സൗകര്യം ചോദിച്ചു. സർക്കാർ അത് അനുവദിച്ചു. സർക്കാരിന് അതിന് തടസ്സമില്ല എന്ന് പറഞ്ഞു. സർക്കാർ അതിന് സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വലിയ പ്രാധാന്യമുള്ള ഒരു ഉത്തരവിട്ടത്. വിയ്യൂർ ജയിലിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ നടക്കും. അപ്പൊ പിന്നെ ജാമ്യം നൽകേണ്ട ആവശ്യമില്ല. കാപ്പ കേസിലെ മറ്റ് കാര്യങ്ങൾ മറ്റ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചോളും. അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണോ അല്ലെങ്കിൽ കാപ്പ കേസ് തന്നെ തെറ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചോളും. പക്ഷെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ സത്യപ്രതിജ്ഞ നടത്തണം എന്നുള്ള ഒറ്റ കാര്യമാണ് സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ വന്നത്. അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് സത്യപ്രതിജ്ഞ നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇദ്ദേഹത്തിന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാം.